ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഹാങ്ങിങ് പ്ലാന്റ് വെറൈറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റുകൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലാന്റിൻ്റെ പേരാണ് ടർട്ടിൽ വൈൻ. ടർട്ടിൽ വൈൻ എങ്ങനെ നമുക്ക് പോട്ടിൽ വളർത്താം, അതിനെന്തൊക്കെ വളങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ടർട്ടിൽ വൈൻ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ പോട്ടിലും വലിയ പോട്ടിലൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട നല്ലൊരു പോട്ടാണ്. അത് കൂടാതെ പോട്ട് മിക്സ് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. ടർട്ടിൽ വൈനുകൾ പൊതുവെ ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. അപ്പോൾ നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ചാണകപ്പൊടി, മണ്ണ്, കുറച്ച് കോക്കോപ്പീറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. ഇതിലേക്കാണ് നമ്മൾ ടർട്ടിൽ വൈൻ നട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ചെടികൾ നമുക്ക് തൈകൾ വളരെ ഈസി ആയിട്ട് ഇന്ന് മുറിച്ചെടുക്കാൻ സാധിക്കും. ചെറിയ ഇതേപോലത്തെ വള്ളികളായിട്ടാണ് ടർട്ടിൽ വൈൻ വളർന്നു വരിക. അപ്പോൾ ഇത്തരത്തിലെ വള്ളികൾ നമുക്ക് മുറിച്ച് നട്ട് കൊടുത്താൽ ടർട്ടിൽ വൈനുകൾ പെട്ടെന്ന് തന്നെ ഹാങ്ങിങ് ആയിട്ട് വളർന്നു വരികയും ചെയ്യും. ഇത്തരത്തിലുള്ള കട്ടിങ്ങാണ് നമ്മൾ നടാൻ വേണ്ടി എടുക്കാറ്. അതേപോലെ നമുക്ക് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അടിവശത്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന പീസുകൾ നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ചെടികൾ അങ്ങനെ നടുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെടികൾ വയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു തണലുള്ള ഏരിയയിൽ വെക്കാൻ ശ്രമിക്കുക. എന്നാൽ നല്ല വെളിച്ചം അത്യാവശ്യമാണ്. അധികം വെയിലുള്ള സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളുടെ ഈ ഒരു ഗ്രീൻ കളർ നമുക്ക് കിട്ടാതെയാവും. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം വെയിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ചെറിയൊരു മഞ്ഞ നിറത്തിലേക്കാണ് വന്നിട്ടുള്ളത്. പക്ഷേ ചെടികൾ കേടാവുന്നൊന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും. പക്ഷേ ചെടിയുടെ ഇലകളിൽ ചെറിയൊരു മഞ്ഞ നിറത്തിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം തണലുള്ള ഭാഗത്തേക്ക് ചെടി വെച്ച് കൊടുക്കുക. എന്നാൽ വെളിച്ചം അത്യാവശ്യമാണ്. ദിവസം ഒരു 2-3 മണിക്കൂർ വെയിൽ ഉള്ളതിന് കുഴപ്പമില്ല. ഡയറക്റ്റ് വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചാൽ എടുത്താൽ മതി. അപ്പോൾ ചെടി നടാൻ വേണ്ടി നമ്മളെടുത്തുള്ള കുറച്ച് കട്ടിങ്ങുകളാണ്. ഇത് നമുക്കൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ചെറിയൊരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ പോട്ടിൽ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട്. നമ്മളെടുത്തിട്ടുള്ള സെയിം പോട്ടി മിക്സ്, ചാണകപ്പൊടി, മണ്ണ്, കോക്കോപ്പീറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കട്ടിങ്ങുകൾ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഈ രീതിയിൽ നമുക്ക് മണ്ണിലേക്ക് അഴക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി ഈ ചെടികൾ പടർന്ന് നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടർട്ടിൽ വൈനിൻ്റെ പോട്ടിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്കിതൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാം. ടർട്ടിൽ വൈനുകൾ നമുക്ക് ഹാങ്ങിങ് അല്ലാതെയും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. കാണുന്നത് ടർട്ടിൽ വൈനിൻ്റെ കുറച്ച് വെറൈറ്റികളാണ്. ഇലകളുടെ നിറത്തിനനുസരിച്ച് ഈ ചെടികൾക്ക് ഓരോ പേരുകളുണ്ട്. പക്ഷേ ഈ ഒരു ഷേപ്പിൽ തന്നെ നല്ല തിക്കായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ ചെടികളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ടർട്ടിൽ വൈനിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് വരപ്രധാനം ഇഷ്ടപ്പെടുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചെടികളുടെ ചെറിയ കട്ടിങ്ങുകളും കിട്ടാൻ ഈ രീതിയിൽ വാർത്ത് നോക്കാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.